ചിലപ്പോഴൊക്കെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ അന്ത്യത്തിന് കാരണമാകുന്നത്. ഫ്ലോറിഡയിലെ ഡെൽറ്റോണ എന്ന ശാന്തമായ നഗരം 2018 ഫെബ്രുവരി 27 ആ പ്രഭാതം പാട്രിക് എന്ന 25 വയസ്സുകാരന് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു. താൻ ഏറെ സ്നേഹിച്ച ജെസ്സിക്ക എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ അവൻ തയ്യാറെടുക്കുകയായിരുന്നു. താൻ ഓർഡർ ചെയ്ത ആ വിവാഹ നിശ്ചയ മോതിരം അത് തൻ്റെ കൈകളിലെത്തുന്ന ആ നിമിഷത്തിനായി അവൻ കാത്തിരുന്നു. ഗേറ്റിന് മുന്നിൽ ഒരു പാഴ്സൽ എത്തിയെന്ന സന്ദേശം കേട്ടപ്പോൾ ആ മോതിരമാണെന്ന് കരുതി പാട്രിക് വാതിൽ തുറന്നു. പക്ഷേ അവിടെ അവനെ കാത്തുനിന്നത് പ്രണയമായിരുന്നില്ല. പകരം ചോരയുറയുന്ന പകയുമായി എത്തിയൊരു കൊലയാളിയായിരുന്നു. ഈ ക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ ഒരാൾ മാസങ്ങളോളം തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു ആ കൊലയാളി? അയാൾ എങ്ങനെയാണ് പിടിക്കപ്പെട്ടത്? നമുക്ക് നോക്കാം. ദ ഡാർക്ക് സൈഡിലേക്ക് സ്വാഗതം. പാട്രിക് ഒരു സാധാരണ യുവാവായിരുന്നു. പിതാവ് മാക്സിനൊപ്പം നിർമ്മാണ ജോലി ചെയ്തിരുന്ന അവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. 2017 അവൻ ജെസ്സിക്കയെ പരിചയപ്പെടുന്നത്. ഈ കഥ നമുക്ക് ജെസ്സിക്കയിൽ നിന്ന് തന്നെ തുടങ്ങാം. ജെസ്സിക്കയ്ക്ക് വെറും 19 വയസ്സുള്ളപ്പോഴാണ് 42 വയസ്സുകാരനായ ഗ്രെഗിനെ അവൾ പരിചയപ്പെടുന്നത്. അയാൾ ഒരു സമ്പന്നനായ ഹെഡ്ജ് ഫണ്ട് മാനേജറായിരുന്നു. തുടക്കത്തിൽ അയാൾ ജെസ്സിക്കയെ സ്നേഹം കൊണ്ട് മൂടി. ആഡംബര ജീവിതവും സുരക്ഷിതത്വവും വാഗ്ദാനം ചെയ്തു. എന്നാൽ പതുക്കെ ഗ്രെഗ് തൻ്റെ തനിനിറം പുറത്തെടുത്തു. ജെസ്സിക്കയുടെ ഓരോ നീക്കവും അയാൾ നിയന്ത്രിച്ചു. അവൾക്ക് സ്വന്തമായി സുഹൃത്തുക്കളോ തീരുമാനങ്ങളോ എടുക്കാൻ അനുവാദമില്ലായിരുന്നു. 8 വർഷത്തോളം നീണ്ട ആ ബന്ധത്തിൽ ജെസ്സിക്ക അനുഭവിച്ചത് വലിയ മാനസിക പീഡനങ്ങളായിരുന്നു. ഗ്രെഗ് ജെസ്സിക്കയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഒരു ദിവസം അപ്രതീക്ഷിതമായി ഗ്രെഗിന്റെ വീട്ടിലെത്തിയ ജെസ്സിക്ക കണ്ടത് മറ്റൊരു സ്ത്രീയെയാണ്. ഗ്രെഗ് വർഷങ്ങളായി വിവാഹിതനായിരുന്നുവെന്നും അയാൾ തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നും അവൾ തിരിച്ചറിഞ്ഞു. ഈ ചതിയാണ് ആ ബന്ധം അവസാനിപ്പിക്കാൻ ജെസ്സിക്കയെ പ്രേരിപ്പിച്ചത്. ജീവിതം മടുത്തു തുടങ്ങിയിരുന്ന ജെസ്സിക്കയുടെ മുന്നിലേക്ക് പാട്രിക് ഒരു മാലാഖയെ പോലെയാണ് എത്തുന്നത്. ഒരു ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഇരുവരും കണ്ടുമുട്ടുന്നത്. പാട്രിക്കിന്റെ നിഷ്കളങ്കമായ ചിരിയും സ്നേഹവും ജെസ്സിക്കയെ ആകർഷിച്ചു. ഗ്രെഗിന് നേരെ വിപരീതമായ സ്വഭാവമായിരുന്നു പാട്രിക്കിൻ്റേത്. അവൻ അവൾക്ക് സ്വാതന്ത്ര്യവും ബഹുമാനവും നൽകി. അവർ ഒരുമിച്ച് യാത്രകൾ ചെയ്തു. വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടു. ജെസ്സിക്കയുടെ മുറിവുകൾ പാട്രിക്കിന്റെ സ്നേഹം കൊണ്ട് ഉണങ്ങിത്തുടങ്ങി. വെറും 6 മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർ ഒന്നിച്ചു ജീവിക്കേണ്ടവരാണെന്ന് തീരുമാനിച്ചു. പാട്രിക് തൻ്റെ അച്ഛനായ മാക്സിനെ ജെസ്സിക്കയ്ക്ക് പരിചയപ്പെടുത്തി. അവരൊരു കുടുംബമായി മാറിത്തുടങ്ങിയിരുന്നു. അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ പാട്രിക് അവൻ തൻ്റെ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യവും ഉപയോഗിച്ച് ജെസ്സിക്കയ്ക്കായി ഒരു പ്രത്യേക മോതിരം പണിയിപ്പിച്ചു. ഒരു കസ്റ്റമൈസ് ചെയ്ത മോതിരം. അത് നൽകി അവളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി അവൻ കാത്തിരുന്നു. ഇതേ സമയം ജെസ്സിക്ക തന്നെ വിട്ടുപോയത് ഗ്രെഗിനെ സഹിക്കാനായില്ല. അയാൾ ഒരു സ്വകാര്യ കുറ്റാന്വേഷകനെ വാടകയ്ക്കെടുത്ത് പാട്രിക്കിനെയും ജെസ്സിക്കയെയും നിരീക്ഷിച്ചു. അവർ എവിടെ പോകുന്നു, ആരെ കാണുന്നു എന്നെല്ലാം അയാൾ അറിഞ്ഞു. പാട്രിക്കിന്റെ ഫോണിലേക്ക് ഗ്രെഗ് നിരന്തരം ഭീഷണികൾ അയച്ചുകൊണ്ടിരുന്നു. നീ അവളിൽ നിന്ന് അകന്നു നിൽക്കുക, അല്ലെങ്കിൽ നിന്റെ അന്ത്യം ഞാൻ കുറിക്കും. എന്നാൽ പാട്രിക് ഇതിനെ ഗൗരവമായി എടുത്തില്ല. ജെസ്സിക്കയോടുള്ള സ്നേഹം അവനെ ഒന്നിനെയും ഭയപ്പെടാത്തവനാക്കി മാറ്റിയിരുന്നു. പാട്രിക്കിന്റെ വീടിന്റെ ഓരോ ഭാഗവും ഗ്രെഗ് പഠിച്ചു. ഗേറ്റ് എപ്പോഴാണ് തുറക്കുക, പാട്രിക് എപ്പോഴാണ് തനിച്ചാവുക എന്നെല്ലാം അയാൾ തൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു. ഒരു വശത്ത് പാട്രിക്കും ജെസ്സിക്കയും പ്രണയത്തിലായിരുന്നപ്പോൾ
മറുവശത്ത് ഗ്രെഗ് തന്റെ തോക്കിന് മൂർച്ച കൂട്ടുകയായിരുന്നു. ഗ്രെഗ് തന്നെ ഉപദ്രവിക്കുമെന്ന് ജെസിക്കയ്ക്ക് എപ്പോഴും ഭയമുണ്ടായിരുന്നു. അവൾ പലപ്പോഴും പാട്രിക്കിനോട് ജാഗ്രത പാലിക്കാൻ പറയുമായിരുന്നു. എന്നാൽ എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ അറിയാം എന്നായിരുന്നു പാട്രിക്കിന്റെ മറുപടി. കൊലപാതകം നടന്ന പ്രഭാതത്തിന് തൊട്ടു മുൻപ് പാട്രിക് ജെസിക്കയുമായി സംസാരിച്ചിരുന്നു. അവർ അന്ന് കാണാൻ പ്ലാൻ ചെയ്തിരുന്നു. ആ മോതിരം കയ്യിൽ കിട്ടുമ്പോൾ അവൾക്ക് നൽകണമെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. പക്ഷേ വിധി അവനായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. 2018 ഫെബ്രുവരി 27. ഫ്ലോറിഡയിലെ ആ പ്രഭാതം പാട്രിക്കിനെ സംബന്ധിച്ച് പ്രതീക്ഷകളുടേതായിരുന്നു. അവൻ തൻ്റെ അച്ഛൻ മാക്സിനൊപ്പം വീട്ടിലായിരുന്നു. ജെസിക്കയ്ക്ക് നൽകാൻ അവൻ ഓർഡർ ചെയ്ത ആ കസ്റ്റം മെയ്ഡ് മോതിരം അന്നെത്തുമെന്ന് അവൻ കരുതിയിരുന്നു. 7:20 മാക്സിനൊരു ഫോൺ കോൾ വരുന്നു. ഗേറ്റിന് മുന്നിൽ ഒരു പാഴ്സലുമായി ഒരാൾ നിൽക്കുന്നു. മാക്സ് ഉടൻ തന്നെ പാട്രിക്കിന് മെസ്സേജ് അയച്ചു. തൻ്റെ പ്രണയത്തിൻ്റെ അടയാളം തേടി പാട്രിക് വാതിൽ തുറന്നു. പക്ഷെ പുറത്ത് കണ്ടത് ഒരു പാഴ്സൽ വാനല്ല, മറിച്ച് വെളുത്ത നിറത്തിലുള്ള ഒരു കാറും അതിനുള്ളിൽ പതിയിരിക്കുന്ന മരണത്തെയുമായിരുന്നു. വാതിൽ തുറന്ന പാട്രിക്കിന് നേരെ 6 തവണയാണ് കൊലയാളി വെടിയുതിർത്തത്. വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ആ യുവാവ് പിടഞ്ഞു മരിച്ചു. കൊലയാളി അവിടെ നിന്ന് ഒരു DVR ബോക്സും ഷെൽ കേസുകളും പെറുക്കിയെടുത്ത് കടന്നു കളഞ്ഞു. താൻ തെളിവുകളെല്ലാം നശിപ്പിച്ചുവെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. കൊലപാതകം നടന്ന ഉടൻ പോലീസ് സംശയിച്ചത് ജെസിക്കയുടെ മുൻ കാമുകനായ ഗ്രെഗ് ബെൻഡറെയായിരുന്നു. എന്നാൽ ഗ്രെഗ് വളരെ തന്ത്രപരമായാണ് നീങ്ങിയത്. താൻ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നുവെന്ന് അയാൾ വാദിച്ചു. CCTV ദൃശ്യങ്ങളടങ്ങിയ DVR ബോക്സ് അയാൾ മോഷ്ടിച്ചിരുന്നതിനാൽ പോലീസിന് നേരിട്ടുള്ള തെളിവുകൾ ലഭിച്ചില്ല. അന്വേഷണത്തിൽ നിർണായകമായത് പാട്രിക്കിൻ്റെ അച്ഛനെ വിളിച്ച ആ ഫോൺ കോളാണ്. അതൊരു ബേണർ ഫോണായിരുന്നു, അതായത് ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കാവുന്ന ഫോൺ. എന്നാൽ ആ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അത് ഗ്രെഗ് ബെൻഡറുടെ വീടിൻ്റെ സമീപത്ത് നിന്ന് ആണെന്ന് പോലീസ് കണ്ടെത്തി. ആ ഫോൺ ആഴ്ചകളോളം ഗ്രെഗിൻ്റെ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന സത്യം പുറത്തു വന്നതോടെ അന്വേഷണം വേഗത്തിലായി. കേസിൽ ഗ്രെഗിൻ്റെ മുൻ ഭാര്യ ഡിസാറയുടെ സാക്ഷിമൊഴിയും പോലീസിന് വഴിത്തിരിവായി. ഗ്രെഗിൻ്റെ സ്വഭാവം അറിയാമായിരുന്ന അവർ അയാളുടെ ഓഫീസിൽ നിന്ന് അബദ്ധത്തിൽ ഒരു ഡയറി കണ്ടെടുത്തിരുന്നു. അതിൽ പാട്രിക്കിൻ്റെ വീടിൻ്റെ മാപ്പും അവനെ കൊലപ്പെടുത്താനുള്ള പ്ലാനും കൃത്യമായി എഴുതി വച്ചിരുന്നു. ഇത് ഒരു ഫാന്റസി മാത്രമാണ് എന്ന് ഗ്രെഗ് അവരോട് പറഞ്ഞിരുന്നെങ്കിലും കൊലപാതക വാർത്ത അറിഞ്ഞ ഉടൻ അവർ ആ സത്യം പോലീസിനെ അറിയിച്ചു. പോലീസ് ഗ്രെഗിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ കണ്ട കാഴ്ച അതിശയിപ്പിക്കുന്നതായിരുന്നു. താൻ തയ്യാറാക്കിയ ആ മാസ്റ്റർ പ്ലാൻ കീറിമുറിച്ച് ഗ്രെഗ് എറിഞ്ഞിരുന്നത് സ്വന്തം മുറിയിലെ ചവിട്ടുകൊട്ടയിലായിരുന്നു. പോലീസ് ഓരോ പേപ്പർ തുണ്ടുകളും ഒട്ടിച്ചു ചേർത്തപ്പോൾ തെളിഞ്ഞത് പാട്രിക്കിൻ്റെ മരണ വാറണ്ടായിരുന്നു. ഗ്രെഗിൻ്റെ വീട്ടിലെ മേശയ്ക്കുള്ളിൽ നിന്ന് ഒരു പഴയ വെടിയുണ്ടയുടെ കവർ പോലീസ് കണ്ടെടുത്തു. ഫോറൻസിക് പരിശോധനയിൽ പാട്രിക്കിനെ കൊല്ലാൻ ഉപയോഗിച്ച അതേ തോക്കിൽ നിന്നാണ് ഈ വെടിയുണ്ടയും ഉതിർത്തത് എന്ന് തെളിഞ്ഞു. ഇതോടെ ഗ്രെഗ് ബെൻഡർക്ക് രക്ഷപ്പെടാൻ വഴികളില്ലാതെയായി. ബുദ്ധിമാനാണെന്ന് സ്വയം അഹങ്കരിച്ചിരുന്ന അയാൾ ഒരു ഡയറിയിൽ ഈ കൊലപാതകത്തിൻ്റെ ഓരോ ഘട്ടവും എഴുതി വച്ചിരുന്നു. എങ്ങനെ CCTV ക്യാമറകൾ ഒഴിവാക്കാം, ഏത് ആയുധം ഉപയോഗിക്കണം, എങ്ങനെ തെളിവ് നശിപ്പിക്കാം, ഇതെല്ലാം ആ ഡയറിയിലുണ്ടായിരുന്നു. വെടിവെച്ചു കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ പാട്രിക്കിനെ മയക്കുമരുന്ന് നൽകി ഇല്ലാതാക്കാനുള്ള പ്ലാൻ B വരെ ആ ക്രൂരൻ തയ്യാറാക്കിയിരുന്നു. തെളിവുകളെല്ലാം നശിപ്പിച്ചു എന്ന് ഗ്രെഗ് വിശ്വസിച്ചു. പക്ഷേ വിധി അയാൾക്ക് കാത്തുവെച്ചത് മറ്റൊരു തിരിച്ചടിയായിരുന്നു. താൻ കൊലപാതകത്തിന് ഉപയോഗിച്ച അതേ വെടിയുണ്ടയുടെ കവർ തൻ്റെ ഓഫീസിലെ മേശയ്ക്കുള്ളിൽ വെക്കാൻ മറന്നുപോയ ആ ബുദ്ധിമാൻ ഒടുവിൽ സ്വയം കെണിയിൽ തന്നെ വീണു. ഗ്രെഗ് ബെൻഡർ കോടതിയിൽ കുറ്റം നിഷേധിക്കാൻ പരമാവധി ശ്രമിച്ചു. അതൊരു വെറും കഥയാണെന്നും താൻ നിരപരാധിയാണെന്നും അയാൾ വാദിച്ചു. പക്ഷേ ആ ഡയറിയും ഫോൺ റെക്കോർഡുകളും അയാൾക്കെതിരെ സംസാരിച്ചു.
ഒടുവിൽ കോടതി അയാൾക്ക് മരണം വരെ ജയിൽ ശിക്ഷ വിധിച്ചു. കോടതി ഈ വിധി പ്രസ്താവിക്കുമ്പോൾ കോടതി മുറിയിൽ ഗ്രെഗ് ഒരു വികാരവുമില്ലാതെയാണ് ഇരുന്നത്. പക്ഷേ പാട്രിക്കിൻ്റെ അച്ഛൻ മാക്സ് കോടതിയിൽ പൊട്ടിത്തെറിച്ചു. എൻ്റെ മകനെ നീ കൊന്നു, നിനക്കിനി മാപ്പില്ല എന്ന മാക്സിൻ്റെ വാക്കുകൾ അവിടെ ഇരുന്നവരുടെ എല്ലാം കണ്ണു നിറച്ചു. പാട്രിക് മരിച്ചെങ്കിലും അവൻ കാത്തിരുന്ന ആ മോതിരം ജെസിക്കയ്ക്ക് ലഭിച്ചു. അവൾ ഇന്നും ആ മോതിരം അണിയുന്നു. പാട്രിക് തൻ്റെ കൂടെയുണ്ടെന്ന വിശ്വാസത്തിൽ. ബുദ്ധിമാനായ കുറ്റവാളി എന്നൊന്നില്ല, തെളിവുകൾ എവിടെയെങ്കിലും അവശേഷിക്കും. നന്ദി.